ഹായ്. അപ്പോൾ ഇന്ന് ഒരു പ്രൊഡക്റ്റീവ് ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഫസ്റ്റത്തെ ഡേ ഇൻ മൈ ലൈഫ് ആയിരിക്കും ഇത്. അപ്പോൾ എൻ്റെ സെം എക്സാം കഴിയാത്തതുകൊണ്ട് എപ്പോഴും ടേബിളിൽ ബുക്ക് തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് തലേ ദിവസം പഠിച്ചിട്ട് അതേപോലെ വെച്ചതാണ് ബുക്ക്. അപ്പോൾ ഇപ്പോഴും ഞാൻ രാവിലെ എണീച്ചിട്ടാണ് ബുക്കൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക. പിന്നെ ഡെസ്കൊക്കെ നല്ലോണം തുടച്ചൊക്കെ കൊടുത്തു. ഞാൻ എപ്പോഴും ഇങ്ങനെ തുടയ്ക്കാറൊന്നുമില്ല, പക്ഷേ ഈ ടേബിൾ ആയതുകൊണ്ട് വല്ലാതെ പൊടി ഉണ്ടെങ്കിലും കാണൂല. ഫസ്റ്റത്തെ ടേബിൾ ആയ ടൈമിൽ എപ്പോഴും ഞാൻ നല്ലോണം തുടച്ചൊക്കെ വൃത്തിയാക്കി കൊണ്ടുനടക്കായിരുന്നു. അപ്പോൾ ക്ലീൻ ചെയ്തിട്ട് ഇന്ന് പഠിക്കാനുള്ള പോർഷനൊക്കെ ഒന്ന് അടയാളപ്പെടുത്തി വെച്ചു. അപ്പം അങ്ങനെ വെക്കുമ്പം ഒരു മനസ്സമാധാനമാണ്, കാരണം ഇനി എത്ര പോർഷനാണ് പഠിക്കാനുള്ളതെന്ന് മനസ്സിലാവും. പിന്നെ ഒരു 2 മന്തൊക്കെ ആയിട്ട് ഈ ഒരു പോട്ടിൽ ഞാൻ മണി പ്ലാന്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിട്ട് വെച്ചിട്ട് പിന്നെ ഞാൻ അത് ക്ലീൻ ചെയ്യാനൊന്നും നിന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ഒരു വ്ളോഗൊക്കെ എടുക്കണമല്ലേ, അപ്പോൾ അതും കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാമെന്ന്. അപ്പോൾ ഇത് ഞാൻ മണി പ്ലാന്റ് കട്ട് ചെയ്ത് വെച്ചതായിരുന്നു, പക്ഷേ ഇപ്പം കുറേ വേരൊക്കെ വന്നിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ മണി പ്ലാന്റ് ഇട്ട് വെക്കുന്നത് ആവശ്യം വരുമ്പോൾ അത് പ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വെള്ളത്തിലിട്ട് വെക്കുന്നതുകൊണ്ട് തന്നെ അതിന് വേരൊക്കെ വന്ന് സെറ്റാവും. അതുകൊണ്ട് തന്നെ പോട്ടിലേക്ക് മാറ്റുമ്പോൾ വേഗം പിടിച്ചോളും. അപ്പോൾ അതിന്ന് കുറച്ച് മണി പ്ലാന്റ് ഞാൻ എടുത്തിട്ട് പോട്ടിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് മുന്നത്തെ ഡെസ്കുമ്മേൽ ഞാൻ ഒരു മണി പ്ലാന്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇപ്പോഴാണ് റീസെറ്റ് ചെയ്ത് പിന്നെ വെക്കുന്നത്. അപ്പോൾ അത് ഈ ഒരു വൈറ്റ് ബോട്ടിലാക്കിയിട്ട് ഹാങ് ചെയ്തിടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഡെസ്ക് മേക്ക് ഓവറിൻ്റെ ടൈമിൽ ഇത് വേറെ എന്തെങ്കിലും ചെയ്യണം. ഇപ്പോൾ തൽക്കാലമായിട്ട് ഞാൻ ടേബിളിൻ്റെ മേലെ ഒരു ഹുക്ക് ഉണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ മേലെ ഹാങ് ചെയ്തിടാൻ വിചാരിക്കുകയാണ്. അപ്പോൾ പ്ലാന്റ് സെറ്റ് ചെയ്തിട്ട് പിന്നെ എനിക്കൊരു ഷോർട്സ് എടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ സീരീസ് തുടങ്ങണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോഴാണ് വീഡിയോ ഒക്കെ എടുത്ത് തുടങ്ങണത്. പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഫുഡ് കഴിക്കാൻ പോയത്. അപ്പോൾ ഇന്ന് മൊത്തത്തിലൊരു പ്രൊഡക്റ്റീവ് ഡേ തന്നെയായിരുന്നു. കാരണം ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഞാൻ ഉച്ചയ്ക്ക് ഉറങ്ങാറൊക്കെ ഉണ്ട്, പക്ഷേ ഇന്ന് അതൊന്നും ചെയ്തിട്ടില്ല. കാരണം ഒന്നാമത് വ്ളോഗ് എടുക്കുന്നുണ്ട്, പിന്നെ പറഞ്ഞാൽ എക്സാം വരുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടി പഠിക്കും കൂടെ വേണം ഇതിൻ്റെ ഇടയിൽ. പിന്നെ ഏപ്രിൽ മന്തിലേക്കുള്ള കലണ്ടറിൽ കുറച്ച് കാര്യങ്ങൾ ഫില്ല് ചെയ്യാണ്ടായിരുന്നു. ഈ ഒരു മന്തിലുള്ള പ്ലാനിങ്ങും പിന്നെ ഓരോ സബ്ജക്റ്റ് ഏതൊക്കെ ദിവസം പഠിക്കണമെന്നും ഞാൻ ഇതേപോലെ എഴുതി വെക്കാറുണ്ട്. ഈ ഒരു കലണ്ടർ ശരിക്കും എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. അപ്പോൾ ഇനി മെയിനായിട്ടുള്ള എൻ്റെ പരിപാടിയിലേക്ക് കടക്കാം. നോട്ട് ചെയ്തൽ. ഇപ്പോൾ സെക്കൻഡ് ഇയർ മുതൽ ഞാൻ ഇങ്ക് പെന്ന് യൂസ് ചെയ്തിട്ടാണ് നോട്ട് എഴുതാറുള്ളത്. സ്റ്റേഷനറി മേടിക്കാൻ പോയപ്പോഴാണ് ഈ ഒരു ഇങ്ക് പെന്ന് കണ്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി മുതൽ ഇങ്ക് പെന്ന് യൂസ് ചെയ്തിട്ട് എഴുതിയാലോ എന്ന്. അങ്ങനെ മേടിച്ചതായിരുന്നു. പിന്നെ നെക്സ്റ്റ് വീക്കൊക്കെ ആയിട്ട് ഒരു ടേബിൾ മേക്ക് ഓവർ ചെയ്യണം വിചാരിക്കുന്നുണ്ട്. എല്ലാവരും റിക്വസ്റ്റ് ചെയ്യുന്നത് റൂം മേക്ക് ഓവറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ടേബിൾ മേക്ക് ഓവർ വേണമെന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ നോട്ടൊക്കെ എഴുതുന്ന ടൈം ഒരു 6 മണി 7 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ചൂടായതുകൊണ്ട് തന്നെ ഞാൻ നോട്ടൊക്കെ എഴുതി കഴിഞ്ഞാൽ വേഗം കുളിക്കാനാണ് പോവുക. അതേപോലെ തന്നെ ഇപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ചെയ്യുന്ന കാര്യമാണ് സ്കിൻ കെയർ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു സീരീസ് പോലെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് എന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നോട്ടാണ് ഇപ്പം പ്രിപ്പയർ ചെയ്യുന്നത്. കുറച്ച് കണ്ടൻറ് ഐഡിയാസൊക്കെ ഞാൻ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് ഇതേപോലെ നോട്ടിലേക്ക് എഴുതിയെടുക്കും. പിന്നെ അത് വെച്ചിട്ട് അതിൻ്റെ മോഡൽ ഞാൻ പിൻട്രസ്റ്റിൽ പോയി സെർച്ച് ചെയ്യാറാണ് ചെയ്യുക. അങ്ങനെ കണ്ടുവച്ചിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങളും ട്രൈ ചെയ്യാറുള്ളത്. ഫസ്റ്റ് ഞാൻ ഈ സൺ ലാമ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വീഡിയോയ്ക്ക് ഒരു സുഖം പോരാ, അപ്പം ഞാനത് ഓഫാക്കിയിട്ട് പിന്നെ വീഡിയോ എടുത്താണ് ചെയ്തത്. അപ്പോൾ ആ ഒരു ഡിഫറെൻ്റാണ് ലൈറ്റിൻ്റെത് കുറച്ച് മുന്നേ ഉണ്ടായത്. അധികവും ഞാൻ നൈറ്റ് ഇരുന്നിട്ടാണ് ഇതേപോലെ കണ്ടൻറ്റ് ഇരുന്ന് എഴുതിയെടുക്കുക, കാരണം എനിക്ക് കുറേ ടൈം വേണം ഇതിന്. പിന്നെ എപ്പോഴും നൈറ്റിൽ ചെയ്യുന്ന കാര്യമാണ് ഈ ഒരു ടു ഡു ലിസ്റ്റ് നെക്സ്റ്റ് ഡേക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു ഫിലിമും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്.